വീഴ്ചയൊക്കെ സ്വാഭാവികം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇതെന്താ ഇങ്ങനെ വീഴ്ചയൊക്കെ സ്വാഭാവികം ഉണ്ടാവുന്നു? പിന്നല്ലേ, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കേസല്ലേ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വീഴ്ച സ്വാഭാവികമായിട്ട് നടക്കുന്ന എന്താ ഇപ്പൊ ഇവർ ഉദ്ദേശിച്ചത്? ചിലപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ചിലപ്പോ 2 എണ്ണം ചെയ്യേണ്ടി വരും. കത്രിക ഉള്ളിലെടുക്കണല്ലോ, 2 ഓപ്പറേഷൻ ആവും. അതൊക്കെ സാധാരണ നടക്കുന്ന കേസറ്റാ. സിമ്പിള്. ഒന്നല്ലേ 2 എണ്ണം ചെയ്യല്ലേ? ആന്ന്, ഒന്ന് ചെയ്തതിന് പുറകെ ഒന്ന് ചെയ്യുന്നതിന് എന്താ കുഴപ്പമൊന്നുമില്ല. അത് 2-3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അറിയുന്നുള്ളൂ. അതുവരെ അത് സേഫ് ആയിട്ട് അതിൽ ഉള്ളിൽ എടുക്കുകയും ചെയ്യല്ലോ, പിന്നെ അത് എടുത്തു വേണേ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ മനസ്സിലായി കേട്ടോ, ഇത് ഞങ്ങള് വേണം ഓപ്പറേഷൻ ഒന്ന് ചെയ്യും, അതിലൊരു കത്രികൊക്കെ ഉണ്ടാകും. അതിനിപ്പോ എന്താ പ്രശ്നം? നമുക്ക് ഒന്നുകൂടി ചെയ്യല്ലോ, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചിലപ്പോ 15 കൊല്ലം വരെ അതിനുള്ളിൽ നിൽക്കുമല്ലോ കത്രിക. അതിലിപ്പോ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ഓളോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കുഞ്ഞിൻ്റെ നോക്കിയാൽ മതി. എന്താ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2ാമതൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ BPL ഒന്നുമില്ല. മനസ്സിലായോ? അത് ശരിയാ. വല്ല കത്രികയോ വല്ല പഞ്ഞിക്കെട്ടൊക്കെ വെച്ചിട്ട് 2ാമത്. പക്ഷെ അതിൽ വേറെ വലിയ പ്രശ്നം കേട്ടോ. കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു ഓപ്പറേഷൻ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ റേഷൻ കാർഡ് ID കാർഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കി വെക്കണം. ആരാണ് ഭരിക്കുന്നത്, ആരാണ് ഒക്കെ നിങ്ങൾ ഏത് പാർട്ടിയാണ് ഇപ്പം ഭരിച്ചു കൊടുക്കുന്നത്, അത് ഡേറ്റ് എങ്ങനെ പോകുന്നുണ്ട്, ഡേറ്റ് മാറിയിട്ടുണ്ടോ, ഡേറ്റ് ഇനിയിപ്പോ ആരാ ഭരിക്കാന്നൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ കണ്ടറിയാം, അവർ ഭരിക്കുമ്പോൾ എന്താവുന്നു നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പം സൂപ്പറാ.